ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസ് ഉണ്ടാക്കിയെടുത്താലോ? ഇതിനായിട്ട് ഞാൻ ഇപ്പി നൂഡിൽസാണ് എടുക്കുന്നത്. ഇതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 റോള് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഈ നൂഡിൽസ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുക്കാവേ. ഇനി ഒരു ജാറിനകത്തേക്ക് 1 തക്കാളി, 5 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാവേ. ഇനി പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാവേ. സവാള ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. സവാള ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളിയുടെ ഒരു പേസ്റ്റില്ലേ അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ഇപ്പിയുടെ മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് അതിനകത്ത് ഇട്ട് കൊടുക്കാവേ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ആക്കി വെച്ചിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവേ.